കോട്ടക്കൽ നഗരസഭാ പ്രതിപക്ഷ നേതാവായ ശ്രീ ടി കബീർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി കബീർ, കേൾക്കുന്നത് വളരെ നമുക്ക് ആകെ സത്യത്തിൽ നാണക്കേടുണ്ടാക്കുന്നതാണ്. എത്രയോ പാവപ്പെട്ടവർ സാധാരണക്കാർ ഉള്ള ഒരു നാടാണ്. അവിടെയാണ് അവർക്ക് കിട്ടേണ്ട, അവർക്കൊരു കരുതൽ എന്ന നിലയ്ക്ക് നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സാമൂഹിക പെൻഷൻ, അത് BMW കാർ ഉള്ളവർ വരെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ വാങ്ങുന്നവനെയും പറയണം, അതിന് ഒത്താശ ചെയ്ത് കൊടുത്തവരെയും പറയണം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ശ്രീ ടി കബീർ? ഈ വസ്തുത, ഇത് നിങ്ങൾ ഈ പറയുന്ന വാർത്ത എത്രമാത്രം അങ്ങനെ ശബ്ദം കട്ടായി, പറഞ്ഞോളൂ. നിങ്ങൾ ഈ പറയുന്ന വാർത്ത എത്രമാത്രം ശരിയാണ് എന്ന് എനിക്കറിയില്ല. പിന്നെ ബോധ്യമുള്ള കാര്യങ്ങൾ പറയൂ. അതായത് ഇവിടെ ഇതിപ്പോ നേരത്തെ നിങ്ങൾ വാർത്ത കൊടുത്തത് ഒരു 7ാം വാർഡിന്റെ കാര്യമാണ് നിങ്ങൾ കൊടുത്തിരുന്നത്. പിന്നെ മറ്റ് 42-ൽ 38 പേർ കണ്ടെത്തിയെന്ന് എനിക്കറിയില്ല അതിന്റെ വസ്തുത എന്താണെന്നുള്ളത്. എന്തായാൽ പോലും അത്തരത്തിൽ പിന്നെ അനർഹർ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, നിങ്ങളുടെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് ആനുകൂല്യമാണ്. പറയട്ടെ, അങ്ങ് ഈ വാർത്തയെ കുറിച്ച് അങ്ങേക്ക് വ്യക്തത ഇല്ലാന്ന് പറഞ്ഞു. അവിടുത്തെ പ്രതിപക്ഷ നേതാവാണല്ലോ. അപ്പൊ ആ നാട്ടിൽ ഇങ്ങനെ അനർഹമായി ഇങ്ങനെ ആളുകൾ കൈപ്പറ്റുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അങ്ങയുടെ ഭാഗത്തുനിന്ന് വേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് അങ്ങനെ അനർഹർ, ഇപ്പൊ പൊതുവെ ഞങ്ങൾ കൗൺസിലർമാരൊക്കെ ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് നിന്നുകൊണ്ടാണ് ഇത്തരം അപേക്ഷകൾ കൊടുക്കാറുള്ളത്. അതിന്റെ അപ്പുറത്തുള്ള അപേക്ഷ തരുമ്പോൾ അവരോട് അപ്പോൾ തന്നെ ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇത് കിട്ടില്ല, നിങ്ങൾ അനർഹരാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ അതില് ഇനിയിപ്പോ ഞങ്ങളൊന്നും അറിയാതെ ഏതെങ്കിലും അങ്ങനത്തെ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചാലേ പറയാൻ പറ്റൂ. പക്ഷെ ഞാൻ പ്രശാന്ത് തന്നെ പറയും. പ്രശാന്ത്, ഇപ്പൊ അദ്ദേഹത്തിന് ഒരു സംശയമാണ്, ഇതെങ്ങനെ വന്നു ഇതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്നാണ്. പ്രശാന്ത് ഒന്ന് ആ കൃത്യമായി കിട്ടിയ വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കുക, അദ്ദേഹം കേൾക്കട്ടെ. പ്രശാന്ത്, അതായത് ഈ കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച പരിശോധന മലപ്പുറത്തെ ധനകാര്യ പരിശോധനാ വിഭാഗമാണ് നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് ഇങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഇതിൽ ക്രമക്കേട് കണ്ടെത്തിയത്. അതായത് ഈ അവിടുത്തെ ഉദ്യോഗസ്ഥർ, ഏറ്റവും പ്രധാനം പെൻഷൻ അർഹത സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ച് നൽകുന്ന ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരും കൂട്ടുചേർന്നുള്ള ഒരു ക്രമക്കേടാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അതായത് ധനവകുപ്പ് പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ 48 പേർ ഗുണഭോക്താക്കളായ 42 പേരിൽ 38 പേർ അനർഹരാണ്. അതിൽ ഒരാൾ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ്. ഇത് കൃത്യമായ വിവരം ധനവകുപ്പ് നൽകിയിരിക്കുന്നതാണ്. അതായത് ധനവകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നഗരസഭയിൽ, കോട്ടക്കൽ നഗരസഭയിൽ 7ാം വാർഡിൽ ഇത്തരം ക്രമക്കേടിന് കൂട്ടുനിന്ന തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്. ഇവർക്കെല്ലാം ഇപ്പോൾ അങ്ങേക്ക് പ്രശാന്ത് അത് വ്യക്തമാക്കി, അങ്ങേക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഇത്രയും പേരൊക്കെ അനർഹമായി ഇത് നേടിയെടുക്കുക. അപ്പൊ അവിടുത്തെ കൗൺസിലറെയോ മെമ്പറെയൊക്കെ അങ്ങേക്ക് അറിയാമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വാർത്ത ശരിയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. അതായത് ഈ 42 പേരിൽ 38 പേരും ശരിയാണെങ്കിൽ എന്ന ചോദ്യം അവിടെ ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ശരിയാണ്, ഞാനിപ്പോ നിൽക്കുന്നത് വേറെ സ്ഥലത്താണ്. എനിക്ക് നിങ്ങൾ ഈ വാർത്ത ടിവിയിൽ വരുന്ന എന്താ പറയാ, നിങ്ങൾ പറയുന്ന വിവരം മാത്രമേ ഉള്ളൂ, ഞാനത് കാണുന്നില്ല. ഞാനത് പരിശോധിക്കും. ഞാൻ ഇതിന് നേരത്തെ ഒരാൾ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ മുനിസിപ്പാലിറ്റിയിലേക്ക് വിളിച്ചപ്പോ അവിടുന്ന് ഉദ്യോഗസ്ഥന്മാരെ കണക്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വേറെ സ്ഥലത്താണുള്ളത്. ഞാൻ ചോദിക്കാൻ കാരണം ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞിട്ട് അങ്ങേക്ക് പൂർണ്ണമാക്കാൻ സമയം തരും. ഒറ്റ കാര്യം, ഇപ്പോ ഒരു പഞ്ചായത്ത് ആകട്ടെ, ഒരു മുനിസിപ്പാലിറ്റി ആകട്ടെ, അവിടുത്തെ കൗൺസിലർമാരൊക്കെ കുറച്ച് കുടുംബങ്ങളല്ലേ ഓരോ കൗൺസിലറുടെയും മെമ്പറുടെയും ഒക്കെ കീഴിലുള്ള. അപ്പൊ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ആളുകളെയാണ് ജയിപ്പിച്ചു വിടുന്നത്. അപ്പോൾ ഓരോ വീട്ടിലെയും സാമ്പത്തിക സ്ഥിതി എന്താണ്, അവിടെ എത്ര പേരുണ്ട് എന്നൊക്കെ ഒരു കൗൺസിലർക്ക് കൃത്യമായി അറിയുന്നതാണ്. എന്നിട്ട് ഈ 10-38 പേരൊക്കെ ഒരു വാർഡിൽ നിന്ന് ഇങ്ങനെ അനർഹമായ ആ പട്ടികയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൗൺസിലർ ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തതാണോ, അതോ ഈ കൗൺസിലർക്ക് ആ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാത്തതാണോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ഉണ്ടെങ്കിൽ, ഈ വാങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുരുതര കുറ്റമാണ്. അങ്ങനെ അനർഹർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിലൊരു തർക്കമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഒരുപാട് കാലമായി, ഞങ്ങൾ ഇപ്പൊ ഈ കൗൺസിലിന്റെ കാലത്ത് മാത്രമല്ലല്ലോ, പെൻഷൻ ഒരുപാട് കാലമായി നടപ്പാക്കിയത്. ഏത് കാലത്ത് വന്നിട്ടുള്ളതാണ്, എന്ന് മുതൽ വാങ്ങി തുടങ്ങിയിട്ടുള്ളതാണ് എന്നൊക്കെ ഇതിൽ അന്വേഷണത്തിലും പരിശോധനത്തിലുമാണ് ബോധ്യപ്പെടുക. അപ്പോ പിന്നെ ഇത് ഇപ്പോ അടുത്ത കാലത്താണ് ഈ മാനദണ്ഡങ്ങൾ കർശനമാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. അപ്പോ പിന്നെ അതിന് മുമ്പ് വാങ്ങിച്ചു തരുന്നതാണോ, അങ്ങനെ അതിനുശേഷമുള്ളതാണോ എന്നൊക്കെ മാനദണ്ഡങ്ങൾ കർശനമാക്കിയത് കൊണ്ട് നമ്മൾ നോക്കാന്നല്ലോ. ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മളത് വാങ്ങുമ്പോൾ നമുക്ക് സ്വയം തോന്നണ്ടേ, ഇത് നമുക്ക് വ്യക്തിപരമായി തോന്നണ്ടേ?
തീർച്ചയായിട്ടും ഞാൻ അതല്ലേ പറഞ്ഞു 100% തെറ്റാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇന്നലെ ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണല്ലോ. അതുപോലെ തന്നെയാണിത്. ഇപ്പൊ നിങ്ങൾ ഈ BMW ഉള്ളത് AC ഉള്ള വീടുകളിൽ ഒക്കെ ഇത് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ തികച്ചും അനർഹരാണല്ലോ. അത് സ്വാഭാവികമായും ബോധപൂർവം വെട്ടിപ്പ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതില് എന്താ പറയുക തട്ടിപ്പ് നടത്തിക്കൊണ്ട് പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുകയാണല്ലോ. ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ കഴിയില്ല. ശക്തമായ നടപടി അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ. ഇതൊരു പക്ഷേ അപേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ സർക്കാരിന് ആനുകൂല്യം പോന്നോട്ടെ എന്ന് കരുതി അപേക്ഷിക്കുന്നത്. പക്ഷെ അവരോട് കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് സാധാരണഗതിയിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ ആ വീട്ടിൽ വന്ന് പരിശോധിച്ചിട്ട് ആ വീടും അവരുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ റിപ്പോർട്ട് വാങ്ങി ആ റിപ്പോർട്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ശുപാർശ വന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് പാസ്സാക്കി കൗൺസിലേക്ക് വന്ന് തുടർന്ന് കൗൺസിൽ പാസ്സാക്കുന്നതാണ് നമ്മുടെ പെൻഷൻ രീതി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള റിപ്പോർട്ട് കൗൺസിലർമാർ കബീർ അങ്ങനെ പറഞ്ഞു. ഇത് എത്ര ഘട്ടം ഇതിലുണ്ടെന്ന്, ആ ഘട്ടങ്ങളിലൊക്കെയും ഇത് തെറ്റായ രീതിയിൽ പോയല്ലോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെയധികം പരിശോധിക്കേണ്ടതാണ്. അങ്ങടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ നിങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കണമെന്ന് താങ്കൾ പറയുമ്പോഴും ഇനി മുന്നിലേക്ക് എന്തായാലും പ്രതിപക്ഷ ഭാഗത്തിരിക്കുന്ന ആൾക്കാരാണ്. ഏത് തരത്തിലായിരിക്കും നിങ്ങൾ ഇനി ചർച്ചകളിലേക്ക് മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും നടപടികളിലേക്ക് ഇനി പോകുന്നുണ്ടോ? ഒരു പ്രതിഷേധമായിട്ടൊക്കെ അറിയിക്കുന്നുണ്ടോ? അതിന്റെ കാര്യങ്ങൾ പരിശോധിക്കട്ടെ. ലിസ്റ്റ് കാര്യങ്ങൾ ഇപ്പോ ഈ പറഞ്ഞ പ്രകാരമുള്ള ലിസ്റ്റ് നഗരസഭയിൽ എന്ന് വാങ്ങിയതിനു ശേഷം അത് ഏത് രൂപത്തിൽ പോകണം എന്നുള്ളത് പിന്നെ ഞങ്ങളൊന്ന് ആലോചിച്ച് ഒറ്റയ്ക്ക് പ്രതികരിക്കേണ്ട വിഷയമല്ലല്ലോ. ഞങ്ങളൊന്ന് ആലോചിച്ച് എങ്ങനെയാണ് വിഷയത്തെ ടേക്കപ്പ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഇനി ഇങ്ങനെ ഒരു ക്രമക്കേട് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. വളരെ ശ്രീ ടി കബീർ പ്രതികരിച്ചു. നമുക്ക്